75 ഹാർട്ട് ഡേ 8. അപ്പം മോർണിംഗ് തന്നെ എഴുന്നേറ്റ് നമ്മൾ ലഞ്ച് പാക്ക് ചെയ്യാണ്. സോ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ കറക്റ്റ് ഗ്രാംസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മെഷർ ചെയ്താട്ടോ കൊണ്ടുപോകാറ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളൊരു ഗ്ലാസ് പാലും ഒരു ബനാനയും കഴിച്ചു. പിന്നെ ഔട്ട്ഡോർ വർക്കൗട്ട് ആയിട്ട് ഞാൻ ഇന്ന് പോകുന്ന വഴി തന്നെ ഇഷ്ടം പോലെ നടന്നു. വാച്ച് ഉണ്ടായിരുന്നില്ല ട്രാക്ക് ചെയ്യാൻ, പക്ഷെ ഹാഫ് ആൻ അവർ ഞാൻ നടന്നിട്ടാണ് പോയത്. ഓഫീസിലെത്തി നോക്കിയപ്പോൾ തന്നെ ഹാപ്പിയായി. നമ്മുടെ ചെടികളൊന്നും മരിച്ചിട്ടില്ലേ ഗൈസ്. ഓഫീസിലൊരു മിഡ് സ്നാക്ക് ആയിട്ട് ആപ്പിൾ ആട്ടോ കഴിച്ചത്. പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു ബനാന കൂടി കഴിച്ചു. അത് കഴിഞ്ഞാൽ തിരിച്ച് പോകുന്ന വഴി ഞാൻ എൻ്റെ ബുക്ക് റീഡിങ് ഫിനിഷ് ചെയ്തു. സോ ഇനി നമ്മൾ നേരെ ജിമ്മിലോട്ട് പോവാണ്. സോ ഇന്നത്തെ നമ്മുടെ ജിം പ്ലാൻ എന്ന് പറയുന്നത് അപ്പർ ബോഡി വർക്ക്ഔട്ട് ആട്ടോ. നമ്മൾ ഓവർ ഹെഡ് പ്രസ്സിലാണ് സ്റ്റാർട്ട് ചെയ്ത്. ലാസ്റ്റ് ടൈമിനേക്കാളും 2.5 kg ഇംപ്രൂവ്മെന്റ് ആട്ടോ ഇന്ന് കണ്ടേ. പിന്നെ നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്തു. അത് ഞാൻ സെയിം വെയിറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തത്. ലാറ്റ്സ് പുൾ ഡൗണിലും നല്ല വെയിറ്റ് ഇംപ്രൂവ്മെന്റ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പർ ബോഡി വർക്ക്ഔട്ടിന് ഞാൻ ബേസിക്കലി ഈ 3 എക്സസൈസ് ആട്ടോ ചെയ്യാറ്. ബട്ട് നെക്സ്റ്റ് ടൈം തൊട്ട് പുള്ളപ്പിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ മോളിലൊന്ന് പോയപ്പോൾ പ്രലോഭനം കൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ പിടിച്ചു നിന്നു ഗൈസ്. പിന്നെ നേരെ വന്ന ഷോപ്പിങ്ങിന് പോയി. ഞാനൊരു ബുക്ക് വാങ്ങിക്കാനാണ് വന്നത്. ബിക്കോസ് 75 ഹാർഡിന് എനിക്ക് ഏറ്റവും ട്രബിൾ ബുക്ക് റീഡിംഗ് ആയിരുന്നു. ബിക്കോസ് സാപ്പിയൻസ് എന്നുള്ള ബുക്ക് ഞാൻ ചൂസ് ചെയ്ത കാരണം അത് ഭയങ്കര ടഫായിരുന്നു. സോ ഈസി റീഡായിട്ടൊരു ബുക്ക് എടുത്തു. പിന്നെ വന്ന കൂട്ടത്തിൽ നമ്മുടെ സ്കിന്നും കൂടി ഒന്ന് ഗ്ലോ ആയിക്കോട്ടെ ഈ ഒരു ദിവസങ്ങളിൽ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്കിൻ കെയറിനുള്ള സാധനങ്ങളും കൂടി എടുത്തു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു, നമ്മുടെ ഹെൽത്തി മീൽ കഴിച്ചു, പ്രോഗ്രസ് പിക്ക് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ഡേയും ഡൺ.